ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇപ്രാവശ്യം ഹജ്ജിന് പോയ എല്ലാ ഹാജിമാർക്കും മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, കച്ചവടക്കാരായ കുറച്ച് ആളുകൾ അവരുടെ കച്ചവട ചരക്കുകളൊക്കെ ആയിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ പോകുന്നതിനിടയിൽ അവരുടെ കപ്പൽ പ്രശ്നത്തിലായി, കേടുവന്ന്. അപ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ചരക്കുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് അദ്ദേഹത്തിൻ്റെ ആ കപ്പലിലുണ്ട്. പക്ഷേ ഹജ്ജിന് ഇനി അധികം സമയമില്ല. അധികം താമസിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു ഘട്ടം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ കോടിക്കണക്കിന് വരുന്ന സമ്പാദ്യം മുഴുവനും ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാൻ കിട്ടിയ മാർഗം തേടി ഇദ്ദേഹം ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, അല്ല, ഇത്രയും വലിയ സമ്പാദ്യം ഉപേക്ഷിച്ച് നിങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് പോകണ്ട, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറേയൊക്കെ മുതലുകൾ നിങ്ങൾക്ക് കൂടെ കൂട്ടാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടാൻ, അഥവാ വല്ല കപ്പലോ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളോ കിട്ടി നിങ്ങൾക്ക് അവകളുമായിട്ട് വരാൻ വഴി തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്തോളി എന്ന് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് ഗുണദോഷിച്ച്. അപ്പം അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഇല്ല, ഞാൻ ഈ സമ്പാദ്യങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ സമയം കളഞ്ഞ് നിൽക്കുന്ന ഏർപ്പാടില്ല. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിൻ്റെതായൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം പറയാണ്. മുമ്പ് ഇദ്ദേഹം ഹജ്ജിന് വേണ്ടി പോയ ഒരു ഘട്ടം. അതിന് ഹജ്ജിന് വേണ്ടി പോയി യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്ന്, വെള്ളം എവിടെയെങ്കിലും കിട്ടോ എന്നറിയാൻ പലയിടത്തും അന്വേഷിച്ചു. പോകുന്ന യാത്രക്കാരുടെ കയ്യിൽ നിന്നെങ്ങാനും പണം കൊടുത്ത് വാങ്ങാൻ വല്ല മാർഗമുണ്ടോ നോക്കി. ഇങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും വെള്ളം കിട്ടാൻ യാതൊരു മാർഗമില്ല. അദ്ദേഹം വല്ലാതെ വിഷമിച്ചുപോയി. അതിനെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന സമയം, ആ സമയത്ത് അദ്ദേഹം ഒരു പാവപ്പെട്ടൊരു മനുഷ്യനെ കാണാൻ. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു ബക്കറ്റുണ്ട്. ഇങ്ങനെ കുറഞ്ഞ വസ്തുക്കൾ മാത്രമുള്ള ഒരു ഫക്കീറായ മനുഷ്യൻ. ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ആ വടി ആ മരുഭൂമിയിൽ, ആ മണ്ണിൽ കുത്തി വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പാത്തി വെച്ചു കൊടുത്തിരിക്കുന്നു. ഈ കുത്തിവെച്ച വടിയുടെ താഴ്ഭാഗത്ത് നിന്ന് വെള്ളം ഉറവ് പൊട്ടുന്നു. ഈ വെള്ളം ഈ പാത്തിയിലൂടെ ഒഴുകി അപ്പുറത്തുള്ള ഒരു കുഴിയിലേക്ക്, ഒരു കുളത്തിലേക്കാണ് വെള്ളം പോകുന്നത്. അങ്ങനെ വെള്ളം ഒഴുകി ആ കുഴി ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് വേണ്ടുവോളം അതിൽ നിന്ന് വെള്ളം കുടിച്ചു. എൻ്റെ പക്കലുള്ള പാത്രങ്ങളിലൊക്കെ ഞാൻ വെള്ളം ശേഖരിച്ചു. ഞാൻ മാത്രമല്ല, ആ വഴിയിലൂടെ കടന്നു പോയ ആളുകൾ മുഴുവനും അവർക്കാവശ്യമായ വെള്ളം കുടിക്കുകയും ശേഖരിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ എന്നിട്ടും ആ കുളത്തിലെ വെള്ളം ലെവലേശം വറ്റിയില്ല, അതേപോലെ ബാക്കിയായി എന്ന്. അപ്പം എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള വലിയ വലിയ മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കൾ, കാഴ്ചയിൽ ഫക്കീറാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ വലിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കറാമത്ത് കൊണ്ട് വെള്ളം ഉറവെടുപ്പിച്ചതാണ്. അങ്ങനെ അതിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന യാത്രക്കാരായ മനുഷ്യന്മാർ സമാധാനം കൊള്ളുക. ഇതുപോലെയുള്ള ലക്ഷങ്ങളായ സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് പരിശുദ്ധമായ ഹജ്ജിലെ ആ മഹനീയമായ ഹറം. അതുകൊണ്ട് ഞാൻ അവിടെ എത്താൻ, ഈ സമ്പത്തിനെ കണ്ടിട്ട്, ഈ സമ്പത്തിനെ രക്ഷപ്പെടുത്താൻ, ഇതിന് കുറച്ചെങ്കിലും എനിക്ക് കൂടെ കൂട്ടാൻ കിട്ടണമെന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം നഷ്ടപ്പെടുത്തലുണ്ടല്ലോ, എനിക്ക് ഇത്തരത്തിലുള്ള മഹത്വക്കളോടുകൂടെ അവിടെ ഒരുമിച്ചിരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇത് പോയാൽ പോട്ടെ, ഇത് പിന്നെ ഉണ്ടാക്കാം.
എനിക്ക് ആ അവസരം പിന്നീട് വീണ്ടെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം തൻ്റെ സമ്പാദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ആ കൂട്ടരോടുകൂടെ യാത്ര തിരിക്കുന്നത്. അപ്പം ഹജ്ജിനെത്തുന്നത് വർഷത്തിലൊരിക്കലല്ലോ കൂടുന്നത്. അന്ന് അവിടെ എത്തുന്ന മഹാന്മാർ എല്ലാ മഹത്തുക്കളും ഉണ്ടാവും. അപ്പം നമുക്കവിടെ പോകാൻ കഴിയാന്ന് പറഞ്ഞാലേ കുറച്ച് ലക്ഷങ്ങളൊക്കെ മുടക്കേണ്ടി വരും. ഇപ്പം ഗവൺമെൻറ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രൈവറ്റിൽ പോകുന്നതിനേക്കാളും കുറഞ്ഞ സംഖ്യ മതിയാകും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കുന്ന ആ ലക്ഷങ്ങൾ അത് വെറുതെയല്ല. അവിടെ ആ മഹത്തുക്കളോട് കൂടെ കൂടിയിരിക്കാൻ പറ്റുന്ന വലിയ ഇബാദത്തായ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുന്ന ആ ഒരു രംഗം അത് വല്ലാത്തൊരു കിട്ടലാണ്. അടുത്ത വർഷം നമുക്കൊക്കെ പോകാൻ പറ്റണം. അള്ളാഹു തൗഫീഖാക്കി തരട്ടെ. അതിനിപ്പോഴും നമ്മൾ പരിശ്രമിക്കണം. അടുത്ത പ്രാവശ്യം ഹജ്ജിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് സാധ്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണം. നമ്മളിനി അടുത്ത പ്രാവശ്യം പോകാം എന്ന് കരുതി നീട്ടിവെച്ചാൽ പിറ്റത്തെ പ്രാവശ്യം നമുക്ക് ആയുസില്ലെങ്കിലോ അതിന് വരാലോ. അള്ളാഹു നമുക്കൊക്കെ മരിക്കുന്നതിന് മുമ്പ് മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ, മഖ്ബൂലായ ഉംറകൾക്ക്, മർദിയായ സിയാറത്തിന് ഒരുപാട് തവണ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചെറുപ്പക്കാരായ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയില്ലേ, പോകുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായ ആളുകളും അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും അധ്വാനിക്കണം. അത് പ്രായമായതിന് ശേഷം ചെയ്യാനുള്ളതാണെന്നല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാകുക, നന്നായിട്ട് ദുആ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തുക. അപ്പോൾ അള്ളാഹു വഴികൾ തുറന്നു തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.